പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓണർ അസോസിയേഷൻ സംസാരിക്കുന്നതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ വലിയ നമ്മുടെ സംസ്ഥാനത്തെ പൊതുഗതാഗതം മൊത്തം തകരാറാവും. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ തൃശ്ശൂരിൽ ഞങ്ങൾ സംഘടനയുടെ സംസ്ഥാന സമിതി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഞങ്ങൾ ഭാവി പരിപാടികളെ കുറിച്ച് തീരുമാനിക്കും. ഞങ്ങൾ ഗവൺമെൻറ്റിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ ഏറ്റവും സമീപകാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ബസ് ചാർജ് വർധനവിന് ശേഷം പരിഗണിക്കുമ്പോൾ 10 രൂപയിലധികം ഡീസൽ വില വർദ്ധിച്ചു. ഇപ്പോൾ 8 രൂപ വർദ്ധിച്ചു. ഇതിനു മുമ്പ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന പേരിൽ 2 രൂപ പിന്നെയും വർദ്ധിപ്പിച്ച 10 രൂപ ഡീസലിൽ വിലയിൽ മാത്രം അധികം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ യാത്രാ നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനും വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാവും. നാളെ ഞങ്ങളുടെ യോഗത്തിൽ ഞങ്ങളതിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അല്ല, ഞങ്ങൾ ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത മേഖലയുണ്ടോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എല്ലായിടത്തും ഇതിന് ഏറ്റക്കുറച്ചിലും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ആകെ 9% KSRTC ഉള്ളൂ. 91% പ്രൈവറ്റ് ബസ്സുകളാണ്. പക്ഷെ അത് അങ്ങനെ അങ്ങനെ നോക്കാൻ പറ്റും. നമുക്ക് തെക്കോട്ട് കിടന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ആളുകളെ ഒഴിവാക്കി 2 തട്ടിലാക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഓർഡിനറി ബസ്സുകളിൽ ആണ് താൽക്കാലികമായിട്ട് വന്നാൽ ഞങ്ങളെ ബാധിക്കുക. ഈ മേഖലയിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂടുതൽ ബാധിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 74 സിംഗിൾ ഉണ്ടെന്ന് ഇപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ട് കണ്ടു. ഞാൻ 74 ബസ്സുകളുണ്ട്. അപ്പോൾ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ എല്ലാ 20 മിനിറ്റ് ഇടപെട്ട് ടൗൺ ടു ടൗൺ ബസ്സുകൾ ഓടുന്നുണ്ട്, ഓർഡിനറി ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ബസ്സുകൾ അവിടെ ഇവിടെയൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ കണക്കിലെടുക്കാനല്ല. ഇപ്പോൾ അത് ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നാളെ എം എൽ എമാരൊക്കെ നിയമസഭയിൽ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു. ഞങ്ങൾ മലബാറിൽ ആകെ 20% 20%. അപ്പോൾ നാളെ ഇവരൊക്കെ എം എൽ എമാരൊക്കെ ആവശ്യപ്പെട്ട കൂടുതൽ എം എൽ എമാരും മലബാറിലുള്ളത് ഇവരാവശ്യപ്പെട്ട കൂടുതൽ ബസ്സുകളൊന്നും ഇവിടെ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളതിനെ മലബാറെന്നും മറ്റേ തെക്കോട്ടൊന്നും ഞങ്ങൾ വേറെ കാണുന്നില്ല. അവിടെ ഞങ്ങളുടെ ബസ്സുകൾ ഈ പറയുന്ന സർക്കാർ പറയുന്ന മുഴുവൻ സാമൂഹികവാദികളും കാലാകാലങ്ങളിൽ നിറവേറ്റിക്കൊണ്ട് സർവീസ് നടത്തുന്നവരാണ് ഞങ്ങളിവിടുത്തെ ബസ്സുകാർ. ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ പറയാനുള്ള ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പാക്കേജൊക്കെ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ബസ്സുകൾ ഏറ്റെടുക്കേണ്ട കാര്യം സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഞങ്ങളെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു നടപടികൾ ഉണ്ടായാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും. സമരം ഞങ്ങൾ തീരുമാനിച്ചു. ഈ കാര്യത്തിൽ ഒരു സമരം നടത്തേണ്ട സ്ഥിതി വരില്ല. കാരണം അത് ഡീസൽ അടിക്കണ്ടേ. മറ്റന്നാ 15-ാം തീയതി പ്രഖ്യാപിച്ച തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബസ്സിനും ഓടാൻ കഴിയില്ല. സിറ്റിയിൽ ഓടുന്ന ഒരു ബസ്സിനും ഓടാൻ കഴിയില്ല. അതുപോലെ തന്നെ കൊല്ലത്തായാലും ആലപ്പുഴയിലായാലും പത്തനംതിട്ടയിലായാലും അവിടെയും ഒരു ബസ്സിനും പിറ്റേ ദിവസം ഡീസൽ അടിക്കാനും തൊഴിലാളിക്ക് ശമ്പളം കൊടുത്താലേ ജോലിക്ക് ആൾ വരുള്ളൂ. ആളുണ്ടാവില്ല. ആ പ്രതീക്ഷ അതാണ്. ഞങ്ങളിപ്പോൾ സമരത്തിലേക്കൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇത്ര വലിയൊരു ഇൻഡസ്ട്രീനെ തകർക്കാൻ ഗവൺമെൻറ് ചെയ്യുമ്പോൾ ഇതിൽ സമരം ചെയ്യേണ്ടത് ഞങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളും കൂടി ഞങ്ങളുടെ സമരത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളാണ് ഇവിടുത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.